യേശു പ്രവാചകനല്ല, ദൈവമാണെന്ന് തെളിയിക്കാൻ ബൈബിൾ മുഴുവൻ അരിച്ചു പെറുക്കണ്ട. ഒറ്റ വചനം മതി നമുക്ക്. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും നമസ്കാരം. എന്നെപ്പോലെ തന്നെ അനേക ക്രിസ്ത്യാനികൾ നേരിടുന്നൊരു ക്വസ്റ്റ്യന് മറുപടിയായിട്ടാണ് ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് പൂർണ്ണമായി ഒന്ന് കാണുക. ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല, എന്നെപ്പോലുള്ള ക്രിസ്ത്യാനികൾ പലരും ഈ ഒരു ക്വസ്റ്റ്യനെ നേരിട്ടിട്ടുണ്ടാകണം. അത് വേറൊന്നുമല്ല. ക്വസ്റ്റ്യൻ: യേശുക്രിസ്തു വെറും ഒരു പ്രവാചകനാണ്, വെറും ഒരു മനുഷ്യനാണ് എന്ന് വെച്ചാൽ അത് കൂടുതലും പറയുന്നത് വേറെ ആരുമല്ല, മുസ്ലിമുകളാണ്. നിങ്ങൾക്കറിയാം നന്നായിട്ട്. മുസ്ലിങ്ങളുടെ അവരുടെ ഖുർആനിൽ അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്, ഖുർആനിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടിട്ട് അവർ പറയുന്നു യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. എന്നാൽ എനിക്ക് അങ്ങനെ പറയുന്നവരോട് പറയാനുള്ളൊരു മറുപടി, എനിക്ക് മുഹമ്മദ് നബിയെക്കുറിച്ച് ഒരു ഡൗട്ട് വന്നാൽ ഞാൻ ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ അന്വേഷിക്കേണ്ടത്, ഞാനത് കണ്ടുപിടിക്കേണ്ടത് ഒരിക്കലും ബൈബിളിലല്ല. ബൈബിളിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എനിക്കങ്ങനൊരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്തത് ഖുർആൻ. ഞാൻ ഖുർആൻ ഹദീസുകളൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുള്ളത്, അധികമൊന്നുമില്ല, കുറച്ച്. കാരണം എനിക്ക് മുഹമ്മദ് നബിയെക്കുറിച്ചൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാനത് ചെയ്തത്. സോ എനിക്ക് മുഹമ്മദ് നബിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഖുർആൻ വായിക്കണം, ഹദീസുകൾ പഠിക്കണം, ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു ആരാണെന്ന് അറിയണമെങ്കിൽ, എന്താണെന്ന് അറിയണമെങ്കിൽ, യേശുക്രിസ്തു ഇവിടെ വന്നത് എന്തിനാണ് ക്രൂശിൽ മരിച്ചു കിടക്കുന്നത് എന്തിനാണ്, യേശുക്രിസ്തു ഉയർത്തത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ ബൈബിൾ പരിശോധിക്കണം. കാരണം യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രങ്ങൾ മുഴുവനായി എഴുതിയിരിക്കുന്നത് ബൈബിളിലാണ്. ബൈബിൾ അതിൽ തന്നെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രങ്ങൾ വ്യക്തതയോടെ യേശുക്രിസ്തുവിൻ്റെ സമകാലികരായിട്ടുള്ള ശിഷ്യന്മാർ എഴുതിയത്. അതും അവരുടെ ബുദ്ധിയിൽ വന്നതല്ല, അവർ കണ്ടത്, കേട്ടത്, തൊട്ടത്. അത് ബൈബിളിൽ പറയുന്നൊരു വചനമാണ്. യേശു പ്രവാചകനല്ല, ദൈവമാണെന്ന് തെളിയിക്കാൻ ബൈബിൾ മുഴുവൻ അരിച്ചു പെറുക്കണ്ട. ഒറ്റ വചനം മതി നമുക്ക്. എന്നെപ്പോലെ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്ത എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇത് ഉപകരിക്കട്ടെ. നമുക്കെടുക്കാം മത്തായി എഴുതിയ സുവിശേഷം, അതിൻ്റെ 18:20. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 20. ഞാൻ ഒന്ന് വായിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പ്രവാചകനും ഒരു മതത്തിലും ഒരു ദൈവങ്ങളും പറയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് യേശു പറയുകയാണ്. ഇത് യേശു ഡയറക്റ്റ് പറയുകയാണ്, യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുന്നതല്ല. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കേ വന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? അതായത് സൺഡേയിലാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിക്കാനും യേശുവിനോട് പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നത്. ഓക്കെ, കോടിക്കണക്കിന് ജനങ്ങൾ സൺഡേയിൽ പല ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൂടുമ്പോൾ അവിടെയെല്ലാം യേശു വരാമെന്ന് പറഞ്ഞെങ്കിൽ യേശു ആരാണ്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞ ഇത് സെയിം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ഖുർആനിലോ ഹദീസിലോ കാണിക്കാൻ പറ്റുമോ? മുഹമ്മദ് നബി പറഞ്ഞത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്ന മസ്ജിദിലൊക്കെയും ഞാൻ വരാം. എന്തെങ്കിലും ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണിക്കാമോ? എന്നാൽ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കും. യേശു പ്രവാചകനാണെന്ന് ഞാനും അംഗീകരിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ സകല മുസ്ലിങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് അറിയണോ?
പ്ലീസ് റീഡ് ബൈബിൾ പ്രോപ്പർലി.